ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് SD അഡ്വഞ്ചറിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റോളോൻ്റെ ചെയിൻ സ്പോക്കറ്റാണ്. ഇത് നോർമൽ ചെയിൻ സ്പോക്കറ്റാണ്. ഇത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ബ്രാസും വരുന്നുണ്ട്, നോർമൽ വരുന്നുണ്ട്. ഇതിന് ഏകദേശം ഒരു 3000 രൂപേൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് വീലിൻ്റെ നെട്ട് ഊരിയെടുത്തിട്ട് ആക്സിൽ ഫുള്ള് ഊരിയെടുക്കുക, ദെൻ വീല് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് 20-22 റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. Shorty drop it for a real one. Go ahead and pop it, let me feel some. Do it for the boy with a bag now. Movie star money making everybody act out. I don't lie to these women, if I want them then I tell them. Don't get fly for these women, I was born with these propellers. All my haters cannot beat me, so I call them my. ഈ വീലിൻ്റെ മുകളിൽ നിന്ന് ഈ സ്പോക്കറ്റ് ഊരിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് 5 വോൾട്ട് വരുന്നുണ്ട്. അതിന് യൂസ് ചെയ്യേണ്ടത് 12-13 റിങ്ങോ അല്ലെങ്കിൽ ബോക്സോ യൂസ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു അല്ലങ്കിയാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ 12-13 റിങ് വെച്ചിട്ട് അടിയിൽ 6 അല്ലങ്കി ബാക്കിൽ വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഊരാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ അല്ലെങ്കിൽ അടിയിൽ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് അങ്ങനെ ഊരാം. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് അല്ലെങ്കിൽ ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പുറത്ത് കൂടി റിങ് ഇട്ടിട്ട് അങ്ങനെ ഊരാവുന്നതാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇത് മാറ്റണത്. പിന്നെ അതിന് പുറമെ ഇതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ നല്ല ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ റിങ്ങൊന്നും കറക്റ്റ് പ്രോപ്പറായിട്ട് അതിന്മേൽ പ്ലേസ് ആവണില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോക്സും യൂസ് ചെയ്യാം. ബോക്സ് യൂസ് ചെയ്യണോണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം അയക്കണോണ്ടും അതേപോലെ കുറച്ച് ഡാമേജ് ബോൾട്ട് ആയതും കൂടി കുറച്ച് അയക്കാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അതിന് ബോൾട്ടും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ പുതിയത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ നോക്കണം. അതായത് ഇതിന് ഡാമേജ് വരൽ ഇതിൻ്റെ ആ പല്ലിൻ്റെ എൻഡിൽ വരും. അതായത് അതിൻ്റെ ഗിയറിൻ്റെ ടീത്തിൻ്റെ എൻഡിൽ ഷേപ്പ് മാറിയിട്ടുണ്ടാവും. അതേപോലെ ചെയിൻ സ്പോക്കറ്റിൽ മാറിയിട്ടുണ്ടാവും. ഫ്രണ്ടിലത്തെ സ്പോക്കറ്റിലും ഇവിടെ ഈ എൻഡിലുള്ള ഷേപ്പ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് മെറ്റൽ ആയതുകൊണ്ട് കുറേ കാലം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെയിന് തേയ്മാനം എന്നും ഡിപ്രീസിയേഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നിട്ട് നമുക്ക് തിരിച്ച് അതേപോലെ ആദ്യം എങ്ങനെയാണോ ഊരിയത് അതേ ഓർഡറിൽ കറക്റ്റ് തിരിച്ചിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് നെട്ടും ബോൾട്ടും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യണ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീലിൻ്റെ ഡാമ്പർ, അതേപോലെ വീലിന് 2 ബെയറിങ് വരുന്നുണ്ട്, അതേപോലെ സ്പോക്കറ്റിനും ഒരു ബെയറിങ്ങാണ്. അപ്പോൾ ഈ ബെയറിങ് കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് ചെക്ക് ചെയ്യണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അടുത്തായിട്ട് നമ്മൾ ചെയ്യണത് ചെയിൻ കവർ റിമൂവ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 അല്ലെങ്കിൽ ബോൾട്ട് ഒരു 3 ഉണ്ടാവും. അപ്പോൾ അത് 3 റിമൂവ് ചെയ്തിട്ട് ചെയിൻ കവർ റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്പോക്കറ്റ് കവർ റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പോക്കറ്റ് കവറിന് മുകളിൽ 5-8 mm ബോൾട്ട് ഉണ്ടാവും. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ T യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബോക്സ് യൂസ് ചെയ്യുക. നമ്മൾ T ആണ് യൂസ് ചെയ്യുന്നത്. T ആകുമ്പോൾ കുറച്ച് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും, നല്ലൊരു ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ 5 ബോൾട്ട് ഊരി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പോക്കറ്റ് കവർ ഇതിൻ്റെ ചെയിൻ വരുന്നത് ഓപ്പൺ ആകാൻ പറ്റാത്ത ടൈപ്പാണ്. അതായത് ലോക്ക് ഇല്ലാത്ത ടൈപ്പാണ്. ഇപ്പോൾ റോളോൻ്റെ ചെയിൻ സ്പോക്കറ്റും അല്ലെങ്കിൽ ബാക്കിയുള്ള ചെയിനൊക്കെ വരുന്നത്. ഇത് ഒരുവിധം വണ്ടിക്കൊക്കെ ആ ടൈപ്പാണ് വരുന്നത്. അതേപോലെ KTM, ബജാജ്, ഡൊമിനർ, ഹോണ്ട, അതേപോലെ പുതിയ വണ്ടിക്കൊക്കെ ഏകദേശം ഒരേപോലെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി മെൻഷൻസൊക്കെ ഇതാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. കാരണം ലോക്കുള്ള ചെയിനാകുമ്പോൾ പെട്ടെന്ന് ഊരി പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതാകുമ്പോൾ ലോക്കലില്ലാത്ത ചെയിനാകുമ്പോൾ അങ്ങനെ സീന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെയിൻ മാറ്റാൻ കുറച്ച് പണിയാണ്. പക്ഷേ ഈ ജാവൻ്റെ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ അത്ര വലിയ സീനില്ല. കാരണം അത് KTM ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഡും ഹോൾഡറൊക്കെ അയക്കണം. ഇതാകുമ്പോൾ അത്ര സീനില്ല. നമ്മൾ ഡയറക്റ്റ് ഇത് ഊരിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടി തന്നെ പുറത്തേക്ക് എടുത്തിട്ട് നമുക്കങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ കവർ ഊരിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഫ്രണ്ട് സ്പോക്കറ്റാണ് കാണിക്കുന്നത്. കണ്ടില്ല ഇതിൻ്റെ അവസ്ഥ, പല്ല് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ബെൻഡായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് പുതിയത്, അതായത് ഫുള്ള് ആണ് മാറ്റുന്നത്. അതായത് ഫ്രണ്ട് സ്പോക്കറ്റ്, ബാക്ക് സ്പോക്കറ്റ്, ചെയിൻ. അടുത്ത സ്റ്റെപ്പ് വരുന്നത് സ്പോക്കറ്റ് ഊരിൻ്റെ ആ ഭാഗം മൊത്തം നമ്മൾ ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഡീസലാണ്. നോർമലി ഡീസലാണ് യൂസ് ചെയ്യുക. പെട്രോൾ യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ പെട്രോൾ റിസൾട്ട് കുറവാണ്. ഡീസലാകുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആവും. അവിടെ ഫുള്ള് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ പുതിയ ചെയിൻ സ്പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്.
അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ കപ്പ് ഇട്ടിട്ടുണ്ട്, അതായത് ചെയിൻ കവർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഊരിയിട്ടുള്ള ആ 5 ബോൾട്ടും കാര്യങ്ങളും കറക്റ്റ് അതേ മെഷർമെൻറ്റിൽ വെച്ച് അതേ ടോർക്കിൽ, അതിൽ 2 ടൈപ്പ് ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ബോൾട്ടും കറക്റ്റ് പൊസിഷനിലിട്ടിട്ട് നമ്മൾ അതിന് എല്ലാ ബോൾട്ടിനും ടോർക്ക് ഉണ്ടാകും. അപ്പോൾ ആ ടോർക്കിൽ നമ്മൾ കറക്റ്റ് ടൈറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് വീല് തിരിച്ച് വണ്ടിമേൽ തന്നെ കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീല് ഊരുമ്പോൾ 2-3 സ്പേസർ, 2 സൈഡിൽ 2 സ്പേസർ വരുന്നുണ്ട്. അതേപോലെ ഡിസ്കിൻ പാഡ് കുറച്ച് അകത്തിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാൻ. അതേപോലെ ഈ സൈഡിൽ വരുന്ന സ്പേസർ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ലെഫ്റ്റത്തെ സ്പേസർ ഇട്ടിട്ട് വീലിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ആക്സിൽ കയറ്റിയിട്ട് എന്നിട്ട് വേണം വീല് കയറ്റാൻ വേണ്ടിയിട്ട്, അതായത് ഈ സ്പേസർ ഇടാൻ വേണ്ടിയിട്ട്. 2 സൈഡും കൂടി പിടിച്ചിട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഇടാൻ പറ്റില്ല, കറക്റ്റ് ഗ്യാപ്പിൽ ഫില്ലാവില്ല. അപ്പോൾ വീല് കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ചെയിൻ അഡ്ജസ്റ്ററാണ്. അപ്പോൾ അതിന് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ഇതിന് വരുന്നത് ഒരു 6-ൻ്റെ അല്ലെങ്കിൽ ബോൾട്ടാണ്. അപ്പോൾ അത് ടൈറ്റ് ആക്കുകയോ ലൂസാക്കുകയും ചെയ്താൽ ചെയിൻ ടൈറ്റ് ആവുകയും ലൂസാകുകയും ചെയ്യും. അത് 2 സൈഡും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം.